മോരുമല്ല. ആ ഓ നന്നായി ഈ പൊരി വയലത്ത് ഇതെന്താ മോരുമള്ളം 2 ഗ്ലാസ് എനിക്ക് പറ്റില്ലേ? അവരല്ലേ ഇപ്പൊ ചൂടത്തുനിന്ന് വന്നത് അമ്മാവൻ. അപ്പൊ എന്താ ഇവിടെ AC ഇട്ടുണ്ടോ? ഇവിടെ ഇരിക്കണ ആർക്കും ചൂടൊന്നും ഉണ്ടാവില്ല. അമ്മാവനെ ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് വേണ്ടപ്പോ. അല്ല അമ്മ ഇത് കുടിച്ചോ? വേണ്ട. അവിടെ ഉണ്ട്, അകത്തുണ്ട്. ഞാൻ കുടിച്ചില്ല. അത് വേണ്ടെന്നേ. ഈ അജയന്റെ കാര്യം പറ. ആ അപ്പൊ ഇത് ഇപ്പൊ സസ്പെൻഷൻ ആയത് നമുക്ക് പിന്നെ കുഴപ്പമില്ല, തിരിച്ചു വരാമല്ലോ. പക്ഷെ ഇയാൾ ഏറ്റവും ചെയ്ത പണിന്ന് വെച്ചാല് പണിയെന്നല്ല, അത് ഭയങ്കര മോശമായി പോയി. ഇവന്റെ പെങ്ങളുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് ബാങ്കിൽ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപേക്ഷ കൊടുത്തിരിക്കുകയായിരുന്നു. അത് ഇയാൾ ബ്ലോക്ക് ചെയ്യണം. ഈ കൊച്ചിനാണ് അച്ഛനും ഇല്ല, ഇവൻ അല്ലെങ്കിൽ ഗൾഫിൽ വെച്ച് മരിച്ചു പോയതാ. അയ്യോ അത് ഭയങ്കര മോശമായി. അതാണ് അവൻ പെട്ടുപോയത്. അല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പിരിച്ച് എന്തെങ്കിലും പൈസ കൊടുത്തൂടെ? പക്ഷെ കേട്ടിട്ട് കഷ്ടമല്ലേ. ഞങ്ങളെ എല്ലാ പിന്തുണയും അവനുണ്ടാവും, ഞങ്ങളും അവന്റെ കൂടെ തന്നെ എന്തായാലും. അത് പക്ഷേ ജോലി തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം യൂണിയന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. യൂണിയൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. യൂണിയൻ കാശ് പിരിച്ചു കൊടുക്കുവോ? അല്ല നമ്മൾ സമരം ചെയ്യാനുള്ള ശ്രമമാണ്. അത് വേണം, അത് വേണം, അത് വേണം. യൂണിയൻ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യണം. യൂണിയൻ അങ്ങനെ ഇത് കാണിക്കില്ല. കാരണം നമ്മള് ഇതിപ്പോ ഇന്ന് എനിക്കല്ലെങ്കിൽ നാളെ അല്ലെ പറഞ്ഞ ഓരോരുത്തർക്ക് മാറി മാറി വരാമല്ലോ. അതായത് യൂണിയൻ എന്ത് തീരുമാനം എടുത്തോ അതിന്റെ ഒപ്പം നിൽക്കുക, കരിങ്കാലി പണി ചെയ്യരുത്. സഹപ്രവർത്തകന് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കാൻ നിൽക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്റെ ചെറുപ്പത്തിലെ ഞാൻ ഈ കൃഷി ഓഫീസിലേക്ക് ഞങ്ങളുടെ ഈ വളത്തിന് വില കൂട്ടിയതിന്റെ പേരിൽ ഞങ്ങൾ ഒരു പിക്കറ്റിംഗ്. അല്ല അന്നല്ലേ അമ്മാവന് കല്ലെറി കിട്ടിയത്? അത് ഞാൻ മാത്രം ധൈര്യത്തോടെ അങ്ങനെ നിന്നു, ബാക്കിയുള്ളവരൊക്കെ ഓടി. അങ്ങനെ ഓടരുത്. നമ്മളൊരു സമരത്തിന് നിൽക്കുമ്പോ മുന്നിൽ നിൽക്കണം. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്. നീ എങ്ങനെ കേട്ടു? പിന്നെ അല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പിന്നിലെ കുറെ കഥ ഉണ്ടായിക്കോ. അമ്മാവന്റെ ഒരു ഗ്ലാസ് മോരോട് കൊണ്ടുപോകും. എനിക്ക് വേണ്ട, ഞാൻ പോയിടത്തോളാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാല് നീ എന്താണ് ചേർത്തോളൂ. യൂണിയൻ എന്ത് തീരുമാനിച്ചാലും ശരി നമ്മൾ കൂടെ നിന്ന് വന്നു. ഇനി അഥവാ അവർ കുറച്ച് ഉഴപ്പിയാൽ പോലും നമ്മളത് മാക്സിമം സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മുടെ ശക്തി എന്താണ് നമ്മൾ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അത് പെട്ടുപോകും. കാരണം ഈ അജയന്റെ അവസ്ഥ നാളെ ആർക്ക് വേണം വരാം. അത് മറന്നുകൊണ്ടാണ്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇങ്ങോട്ട് വെറുതെ അങ്ങോട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നിൽക്കലല്ല സമരം. മോരും വെള്ളം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിടത്തോളാന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങാം കേട്ടോ. പിന്നെ മാമ ഒരു കാര്യം പറയട്ടെ, ഒരു കഥയുണ്ടല്ലോ 50 പ്രാവശ്യത്തിൽ കൂടുതൽ പറയട്ടോ, ഭയങ്കര ബോറാവും. കുടിച്ചോ.